5000 രൂപയ്ക്ക് കിട്ടാവുന്ന വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹെൽമെറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സേഫ്റ്റി സൺഡേസ്. സേഫ്റ്റി സൺഡേസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസിന്റെ പേരാണ്. ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ പുതിയ റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് റൈഡിംഗ് ഗിയേഴ്സിനെ പറ്റി ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാക്കിയെടുക്കാനും നെക്സ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ദ ബെസ്റ്റ് ഗിയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ആക്സറിൻ്റെ അപ്പെക്സ് സീരീസിൽ വരുന്ന ട്രാൻസ് പറയുന്ന ഒരു മോഡലാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ കളർ ആൻഡ് ഗ്രാഫിക്സ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കി നിൽക്കുന്നത്. ഒരു ട്രാൻസ് വൈബ് തരുന്ന കളർ ആൻഡ് ഗ്രാഫിക്സ് സ്കീമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പോരാത്തതിന് ഇതിൽ കളർ ഷിഫ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂവിൽ നിന്നും പർപ്പിളിലേക്ക് ഈ കളർ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോരാത്തതിന് ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രാഫിക്സും ഈ ഒരു ഹെൽമെറ്റിനെ ഒരുപാട് മനോഹരമാക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്രോൺസ് കളറിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഓവറോൾ ഡിസൈൻ ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു കളർ ആൻഡ് ഗ്രാഫിക്സ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇതൊരു ബേസിക്കലി ആക്സർ അപ്പെക്സ് മോഡൽ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സിനും സ്പെസിഫിക്കേഷനും സേഫ്റ്റി റേറ്റിംഗ്സും നമുക്ക് നോക്കാം. ഈ ഹെൽമെറ്റിൻ്റെ ഔട്ടർ ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത് പോളി കാർബണേറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DOT, EC ആൻഡ് ISI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സേഫ് ഹെൽമെറ്റ് കൂടിയാണ് ആക്സർ അപ്പെക്സ് ട്രാൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു വൈസർ നിർമ്മിച്ചിരിക്കുന്നത് 2.25 mm തിക്നെസ് ഉള്ള പോളി കാർബണേറ്റ് യൂസ് ചെയ്തിട്ടാണ്. പോരാത്തതിന് ഇത് ക്വിക്ക് റിലീസ് മെക്കാനിസത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുകയും അതേപോലെ തന്നെ തിരിച്ചിടാനും സാധിക്കുന്ന ഒന്നാണ്. മറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ ഇതിന് മുകളിൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റിനേക്കാളും ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതായത് ഈ ഒരു വൈസറിനൊപ്പം തന്നെ നമുക്ക് പിൻലോക്ക് 13 കൂടെ ഇതിൽ ഇൻസ്റ്റാൾ ആയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പിൻലോക്ക് പർച്ചേസ് ചെയ്തിൽ വെക്കേണ്ട ആവശ്യമില്ല. കമ്പനി തന്നെ ഹെൽമെറ്റിനുള്ളിൽ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് പിൻലോക്ക് തരുന്നുണ്ട്. പിൻലോക്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ മഴയത്തൊക്കെ ഈ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് താത്തിട്ട് ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഫോഗ് കയറിയിട്ട് നമുക്ക് മുന്നിലുള്ളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റുകളിൽ പിൻലോക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുള്ള ഹെൽമെറ്റുകളിൽ മഴ പെയ്താലും നമുക്ക് വൈസർ താത്തിട്ട് ഓടിക്കാൻ സാധിക്കുന്നതാണ്. ഫോഗ് കയറാത്ത ഒരു വിഷയം ഇത്തരം ഹെൽമെറ്റുകളിൽ വരില്ല. അത് മാത്രമല്ല ഈ ഒരു വൈസർ എന്ന് പറയുന്നത് ആൻറ്റി സ്ക്രാച്ച് ലെയർ വരുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചെറിയ സ്ക്രാച്ചുകൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ സർഫസിൽ വരില്ല. എന്നുകൊണ്ട് നിങ്ങൾ തറയിൽ വീഴുകയോ അല്ലെങ്കിൽ തറയിലിട്ട് ഒരു ആക്സിഡന്റ് ടൈമിലോ ഇതിൽ സ്ക്രാച്ച് വരില്ലെന്നല്ല. നോർമൽ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് ഹെൽമെറ്റിൽ വരുന്ന പോലെ പെട്ടെന്ന് കുഞ്ഞു സ്ക്രാച്ചുകളൊന്നും തന്നെ ഈ ഒരു ഹെൽമെറ്റിന്റെ സ്ക്രാച്ചിൽ വരില്ല. അല്ലെങ്കിൽ ഇത്തരം വൈസേഴ്സ് വരുന്ന ഹെൽമെറ്റിന്റെ വൈസറുകളിൽ വരില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്. പോരാത്തതിന് ഇതിന് ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ കൂടിയാണ് ഈ ഒരു ഹെൽമെറ്റ്. അതായത് ഇതിനുള്ളിൽ നമുക്ക് സ്പീക്കർ പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സോ ഒരു ഇന്റർകോം വാങ്ങിച്ച് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തേക്ക് കറക്റ്റ് ആ സ്പീക്കർ പോക്കറ്റ്സ് നമുക്ക് ആ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുമൂലം വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പോരാത്തതിന് ഇതിനുള്ളിൽ വന്നിരിക്കുന്ന പാഡിങ്സ് ഒക്കെ തന്നെ വളരെ പ്രീമിയം ലെവലിലുള്ള പാഡിങ്സ് ആണ്. അത് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് അലർജറ്റിക് ആണ്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ റാഷസോ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ചിൻ കർട്ടൻ കാണാൻ സാധിക്കും. ഇത് ഹെൽമെറ്റിനുള്ളിലേക്ക് കൂടുതൽ പൊടി അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ് നോയ്സ് എൻ്റർ ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ഹെൽമെറ്റിന്റെ ഓവറോൾ ഡിസൈൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ സ്പോർട്ടി ആൻഡ് എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. പുറകിൽ നമുക്കൊരു സ്പോയിലറും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആക്സറിന്റെ ഒരു 3D ലോഗോ കാണാൻ സാധിക്കും. അതൊരു സിൽവർ കളറിലാണ്. സോ ഹെൽമെറ്റ് നമുക്ക് കാണുമ്പോഴത്തേക്ക് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീൽ ഈ ഒരു ലോഗോയിൽ നിന്നും കിട്ടുന്നതാണ്. മുകളിൽ നമുക്ക് വെന്റിലേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിൻ ഏരിയയിൽ നമുക്ക് വെന്റിലേഷൻ സിസ്റ്റം വരുന്നുണ്ട്. സോ നല്ലൊരു ബെറ്റർ എയർ ഫ്ലോ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിനുള്ളിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഹെൽമെറ്റിന്റെ പുറകിൽ ഈ ഒരു സ്പോയിലറിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് വെന്റുകളും വരുന്നുണ്ട്. സോ നല്ല രീതിക്ക് എയർ ഫ്രണ്ടിൽ കൂടെ കയറി ഒരു ബെറ്റർ എയർ ഫ്ലോ നമുക്ക് ഹെൽമെറ്റിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിനുള്ളിൽ നമുക്ക് ഒരു സെക്കൻഡറി സൺ വൈസറും കൂടെ വരുന്നുണ്ട്. ഇതൊരു UV പ്രൊട്ടക്റ്റഡ് സൺ വൈസറാണ്. സോ നിങ്ങളുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് സൂര്യനടിച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. പോരാത്തതിന് ഈ ഒരു വൈസർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി കറക്റ്റഡ് കൂടെയാണ്. സോ ഇതിൽ നമുക്ക് ഇലൂഷൻസോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് അങ്ങനെ തന്നെ ഈ ഒരു വൈസറിനുള്ളിൽ കൂടെ നോക്കിയാലും കാണാൻ സാധിക്കും. ഇത് മാക്സ് വിഷൻ വൈസർ കൂടിയാണ്. സോ ഇതുപോലെയുള്ള വലിയ ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ടണൽ വിഷൻ പോലത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം നമുക്ക് നല്ല ഒരു വൈഡർ വിഷൻ ഈ ഒരു ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും കിട്ടുന്നതാണ്. അത്രയൊക്കെയാണ് ഇതിന്റെ
പ്രധാന പ്രത്യേകതകൾ. ഇനി ഇതിന്റെ ഫാസ്റ്റനിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡീറിംഗ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് റോഡിലും അതേപോലെ തന്നെ ട്രാക്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഹെൽമെറ്റ് ആണ്. സോ സേഫസ്റ്റ് ഫാസ്റ്റനിങ് സിസ്റ്റം ആണ് ഡബിൾ ഡീറിംഗ് എന്ന് പറയുന്നത്. പോരാത്തതിന് നിങ്ങൾക്ക് ട്രാക്കിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റനിങ് സിസ്റ്റം ഉള്ള ഹെൽമെറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രാക്കിലേക്കൊക്കെ ഇറങ്ങാൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഹെൽമെറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. ഇനി ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1600 grams ആണ് വെയിറ്റ് വരുന്നത്. ഒരുപാട് ലൈറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഒരുപാട് ഹെവിയർ സൈഡിലേക്കും അല്ല. ഇത്തരം പ്രീമിയം ഹെൽമെറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയൽ വെയിറ്റ് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സേഫ്റ്റി റേറ്റിംഗ്സും ബാക്കിൽ അവർ എഴുതി കൊടുത്തിട്ട് കൊണ്ടുപോകാനും. അതുപോലെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസുകളിൽ നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ വരുന്നത്. പിന്നെ കൂടെ നമുക്ക് ആക്സറിന്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഹെൽമെറ്റിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4994 രൂപയാണ് ഈ ഒരു ആക്സർ എപെക്സ് ട്രാൻസ് മോഡലിന്റെ MRP എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആൻഡ് സേഫ് ഹെൽമെറ്റ് ആണ് ആക്സർ എപെക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കളർ ആൻഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ കൂടിയാണ്. സോ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരുപാട് മോഡൽസ് ഇതിലില്ല. കൈൻഡ് ഓഫ് എ ലിമിറ്റഡ് എഡിഷൻ ഡീലാണ് ഈ കാണുന്നത്. സോ ഒരുപാട് പേർക്കും ഇതിനെപ്പറ്റി അറിയാമെന്നും എനിക്ക് തോന്നുന്നില്ല. സോ ഇപ്പോൾ തന്നെ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ഇനിയും നമ്മുടെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ആക്സർ എപെക്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിങ്ങൾ ഈ ഒരു എപെക്സ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് യൂസർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളതും കൂടെ ഒന്ന് കമന്റിൽ ഇട്ടേക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സേഫ്റ്റി കെയറുമായിട്ട് കാണുന്നത് വരെ ഇസ്മി നിജിൻ സൈനിങ് ഔട്ട്.